ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൻ്റെ ജനനത്തിനൊരുക്കമായുള്ള നമ്മുടെ ഈ ധ്യാന പരമ്പരയുടെ 21-ാം ദിവസത്തിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുകയാണ്. ഇന്നേ ദിവസം വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് യേശുവിൻ്റെ ജനനസമയത്ത് ബത്ലഹേമിലെത്തിയ ജ്ഞാനികളെക്കുറിച്ചാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലാണ് ബത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ യേശു ജനിച്ചപ്പോൾ ജ്ഞാനികൾ കടന്നു വരുന്നതായിട്ട് അവതരിപ്പിക്കുന്നത്. മർക്കോസ് സുവിശേഷകനും ലൂക്കാസ് സുവിശേഷകനും പറയാതിരുന്ന ഒരു കാര്യമാണ് മത്തായി സുവിശേഷകൻ വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. ഹെറോദോസ് രാജാവായിരുന്ന സമയം ബത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്തു നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. ഒരു നക്ഷത്രത്തിൻ്റെ അകമ്പടിയോടെയാണ് അവർ അവിടെ എത്തിയത്. നക്ഷത്രം അവരുടെ മുമ്പേ പോയി. പക്ഷേ അവർ രാജാവിനെ പ്രതീക്ഷിച്ചത് രാജകൊട്ടാരത്തിലാണ്. എന്നാൽ അവരുടെ സകല പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് ഹെറോദോസ് രാജാവ് ഈ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അമ്പരന്നപ്പോൾ വീണ്ടും ജ്ഞാനികൾ അവിടെ നിന്ന് യാത്ര ആരംഭിക്കുകയാണ്. യാത്ര ആരംഭിച്ച് ആ നക്ഷത്രം വന്നു നിൽക്കുന്നത് ബത്ലഹേമിലെ പുൽത്തൊഴുത്തിലാണ്. ജ്ഞാനികൾ പൊന്നും മീറയും കുന്തിരിക്കവും യേശുവിന് കാഴ്ചയായി അർപ്പിക്കുകയാണ്. സഭാപിതാവായ ഇരണേവൂസിൻ്റെ അഭിപ്രായത്തിൽ ഈ 3 കാഴ്ചവസ്തുക്കൾക്കും വ്യക്തമായ അർത്ഥമുണ്ട്. യേശുവിൻ്റെ പരസ്യജീവിതവുമായും യേശുവിൻ്റെ ദൈവീകതയുമായും ശക്തമായ ബന്ധമുള്ള 3 കാര്യങ്ങളാണ് ഇവർ സമർപ്പിക്കുന്നത്. കാരണം പൊന്ന് യേശുവിൻ്റെ രാജ്യത്വത്തിൻ്റെ സൂചനയാണ്. മീറ യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ സൂചനയാണ്. കുന്തിരിക്കം യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ സൂചനയാണ്. ഈ 3 കാഴ്ചവസ്തുക്കളും അവർ സമർപ്പിക്കുന്നതിലൂടെ തങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമായി യേശുവിന് അവർ സമർപ്പിക്കുകയാണ്. ഈ ക്രിസ്തുമസ് നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ജ്ഞാനികളുടെ സന്ദർശനവും അവരുടെ സമർപ്പണവും തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ധ്യാന വിഷയമാക്കി മാറ്റണം. പഴയ നിയമ പുസ്തകം അനുസരിച്ച് ജ്ഞാനികളെ ദൈവം എന്നും ബഹുമാനിക്കുന്നുണ്ട്. ഈ ജ്ഞാനികൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ അവർ ദൈവത്തെ അന്വേഷിക്കുന്നവരായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ദൈവത്തെ അന്വേഷിക്കുന്നവർ ദൈവത്തിനായി സകലതും സമർപ്പിക്കുകയാണ്. ഈ ക്രിസ്തുമസ് നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതം സമ്പൂർണ്ണമായി യേശുവിന് സമർപ്പിക്കേണ്ടതിൻ്റെ ശക്തമായൊരു ആവശ്യകതയാണ് ഈ 3 പേരും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഹെറോദോസ് രഹസ്യമായിട്ട് അവരന്വേഷിച്ച് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ യേശുവിനെ കണ്ടെത്തുമ്പോൾ എന്നോടും പറയണം അവൻ എവിടെയാണെന്ന്. കാരണം എനിക്കും വന്ന് അവനെ ആരാധിക്കണം. പക്ഷേ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ യേശുവിനെ തിരിച്ചറിഞ്ഞ അവർ വേറൊരു വഴിക്കാണ് സ്വദേശത്തേക്ക് പോകുന്നത്. ഒരു പക്ഷേ ഹെറോദോസിനോട് യേശുവിനെപ്പറ്റി അവർ സംസാരിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ സമ്മാനങ്ങൾ അവർക്ക് കിട്ടിയേനെ. എന്നാൽ അവർ പ്രതീക്ഷിച്ചത് ഈ യേശുവിനെ തിരിച്ചറിഞ്ഞാൽ ഹെറോദോസ് തീർച്ചയായിട്ടും യേശുവിനെ വകവരുത്തും എന്ന ശക്തമായ ഉറപ്പ് ഈ ജ്ഞാനികൾക്കുണ്ടായിരുന്നു. അപ്പോൾ അവർ സമർപ്പിച്ചു പൊന്നും മീറയും കുന്തിരിക്കവും. എന്നാൽ അതിനേക്കാളും അപ്പുറത്ത് അവരുടെ ജീവിതത്തിൽ ഉയർന്നു നിന്നത് അവർക്ക് കിട്ടാനുണ്ടായിരുന്ന പല സൗഭാഗ്യങ്ങളും അവർ വേണ്ട എന്ന് വെച്ചുകൊണ്ട് യേശു മാത്രമാണ് ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കി അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ക്രിസ്തുമസ് നാളുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ്. യേശു എന്ന അമൂല്യ നിധിയെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഒത്തിരിയേറെ നമ്മുടെ മുമ്പിലുണ്ട്. അത് ചില അസ്വസ്ഥതകളാകാം, ഒരു പക്ഷേ കിട്ടാനാവുന്ന ചില സൗഭാഗ്യങ്ങളാകാം. അത് തീർച്ചയായിട്ടും നമ്മൾ മാറ്റിവെക്കുമ്പോൾ യേശു നമ്മുടെ ഹൃദയത്തിൽ വന്ന് ജനിക്കുന്നു. ദൈവത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് ഒരു വ്യക്തിയെ യഥാർത്ഥ ജ്ഞാനിയാക്കി മാറ്റുന്നത്.
അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഈ ജ്ഞാനികൾ ദൈവത്തെ കണ്ടെത്തിയവരാണ്, അവരുടെ ജീവിതം സമ്പൂർണ്ണമായിട്ടും സമർപ്പിച്ചവരാണ്. പ്രിയമുള്ളവരെ, ഈ സമർപ്പണത്തിൻ്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. ക്രിസ്തുമസ് നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ യേശുവിനായി സമ്പൂർണ്ണമായി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ആ സമർപ്പണത്തിൽ നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ ആകുലതകളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ സഹനങ്ങളും എല്ലാം ഉൾപ്പെടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുക, ദൈവം നമ്മുടെ ജീവിതത്തെ ഉയർത്തും. പ്രിയമുള്ളവരെ, ഈ സമർപ്പണത്തിൻ്റെ മനോഭാവം നമ്മുടെ ജീവിത നിയമമായിട്ട് മാറട്ടെ. ഈ സമർപ്പണത്തിലൂടെ ദൈവത്തെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ കേന്ദ്രമാക്കി സൃഷ്ടിക്കാൻ, സ്ഥാപിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആഗതമാകുന്ന ക്രിസ്തുമസിൻ്റെ ആശംസകൾ ഒത്തിരി സ്നേഹപൂർവ്വം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് മോൻസി ചാക്കോ. ഞാൻ കാനഡയിലാണ് താമസിക്കുന്നത്. അബൈഡ് 3-ലാണ് ഞാൻ പങ്കെടുത്തത്. അബൈഡിൽ പങ്കെടുക്കുന്നതിന് മുമ്പുള്ള ഞാനും യേശുവായിട്ടുള്ളൊരു ബന്ധം, എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ ഇല്ലേ, ഞാൻ ആഗ്രഹിക്കുന്നത് നേടാനുള്ള എൻ്റെ ഒരു മാർഗം മാത്രമായിരുന്നു യേശു. എന്നാൽ അബൈഡ് 3-ൽ പങ്കെടുത്തോടുകൂടി യേശുവിന് വേണ്ടി ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം എന്നിലുണ്ടായി. യേശുവിന് വേണ്ടി സമയം കണ്ടെത്തണം. അതിനു മുമ്പ് കുടുംബ പ്രാർത്ഥനയാണേലും പേഴ്സണൽ പ്രെയർ ആണേലും ആർക്കോ വേണ്ടി ചെയ്യുന്നു ഇല്ല ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നത് പോലെയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ അബൈഡിലൂടെ യേശു എനിക്ക് തന്ന ഒരു സ്നേഹം, യേശുവായിട്ടുള്ളൊരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഞാൻ അതിൻ്റെ സം പോയിന്റിൽ വെച്ച് എനിക്ക് അങ്ങനെ ഒരു പേഴ്സണൽ സ്നേഹം, ഇല്ലെങ്കിൽ യേശുവിനെ ഞാൻ സ്വന്തമാക്കുകയോ യേശു എന്നെ സ്വന്തമാക്കുകയോ, അങ്ങനെ രണ്ടിലൊന്ന് ഏതോ സംഭവിച്ചു അവിടെ. അതിൽ പിന്നെ ഞാൻ ചെയ്യുന്നതെല്ലാം യേശുവിനെ പ്രീതിപ്പെടുത്തുന്നതാവണം എന്നൊരാഗ്രഹം എന്നിൽ അതിതീവ്രമായി ഉണ്ടായി. പിന്നീട് കൂടുതൽ സമയം പ്രാർത്ഥിക്കാനും പ്രത്യേകിച്ച് വചനം വായിക്കാനും വചനം പഠിക്കാനും യേശു ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കണം എന്നുള്ളൊരു ഒരു ചിന്ത എന്നിലുണ്ടായി. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അബൈഡ് 3 കൂടിക്കഴിഞ്ഞ് പിന്നെ എൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ വന്ന മാറ്റം, എൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം, എൻ്റെ വീട്ടുകാർ പോലും ആള് കുറച്ച് ഔട്ട് ഓഫ് ദ വേ ആയി പോയി എന്ന് തോന്നത്തക്ക രീതിയിൽ അവര് പറയുന്നത് ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ആളുടെ കിളി പോയി എന്നാണ് പറയുന്നത്. എന്ന് അവർ പല പ്രാവശ്യം പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് തിരിഞ്ഞു നോക്കുമ്പം ആ ഒരു ഇൻസിഡന്റ് അബൈഡ് 3 കൂടിയതോടുകൂടെ കർത്താവിന്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ പാപ ജീവിതത്തിൽ നിന്ന്, ഇല്ലെങ്കിൽ ഞാൻ അതൊരു ഓക്കെ എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്ന ഒരു പാപമായിരുന്നു കോപ്പി അടിക്കുക എന്നുള്ളത്. അബൈഡ് 3 കൂടിയതോടുകൂടെ എന്നിലുണ്ടായൊരു മാറ്റം, പിന്നീട് ആ പാപം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അബൈഡ് കൂടുമ്പം ഞാൻ എൻ്റെ ഡിഗ്രി 2nd ഇയർ കംപ്ലീറ്റ് ആയി, 3rd ഇയറാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അബൈഡ് അതിനുശേഷം ഡിഗ്രി 3rd ഇയറും പിന്നീട് ഞാൻ കാനഡ വന്ന് പഠിച്ചു. പിന്നീട് ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു പാപ സ്വഭാവം പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇനി ദൈവകൃപ ഇനി അത് ഉണ്ടാവത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് എനിക്ക് തന്നൊരു ഒരു മേഖലയിൽ ദൈവം എന്നെ വിടുവിച്ചത് ഫോർ എവർ ആയിരുന്നു. അതിൽ പിന്നെ എനിക്ക് ദൈവത്തോട് എനിക്ക് തോന്നുന്ന ഒരു സ്നേഹം, ദൈവത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം, യേശുവിന് വേണ്ടിയിട്ട് ജീവിക്കണം, യേശു ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കണം എന്നുള്ളൊരു ഒരു അസാധാരണ ആഗ്രഹം അതെന്നിൽ ഇപ്പോഴും ഉണ്ട്. ഇനി അതുണ്ടാവുമെന്ന് ഞാൻ കർത്താവ് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നു. ഇനി അബൈഡ് 75ാമത്തെ അബൈഡ് കൂടാൻ വരുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരു വളരെ ശക്തമായ ദൈവാനുഭവം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അബൈഡിലൂടെ എനിക്ക് തന്ന ഒരു സ്വാതന്ത്ര്യം, തന്ന ഒരു സന്തോഷം, അത് ഈ നിമിഷം വരെ എന്നിലുണ്ട്. ഒരു 8 വർഷം മുന്നേ ആണ് ഞാൻ അബൈഡ് 3 കൂടുന്നത്.
ഇതുവരെ ആ ഒരു ദൈവസ്നേഹത്തിൽ നിന്ന് ഞാൻ പുറകോട്ട് പോയിട്ടില്ല, ആ ഒരു ദൈവ സന്തോഷത്തിൽ നിന്ന് ഞാൻ പുറകോട്ട് പോയിട്ടില്ല. അതെനിക്ക് 100% ഉറപ്പാണ്. ഇനിയും കർത്താവിന്റെ സ്നേഹത്തിലും കർത്താവിന്റെ ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് ഇനിയും തിരിച്ച് സ്വർഗത്തിലെത്തുന്നവരെ ആ ഒരു ഫയറിൽ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനിയും എബേഡ് 75 കൂടാൻ വരുന്ന എല്ലാ ഫ്രണ്ട്സിനും വളരെ ശക്തമായ ദൈവാനുഭവം ഉണ്ടാവട്ടെ എന്നും യേശുവിൻ്റെ സ്നേഹം വളരെ വ്യക്തിപരമായിട്ട് പിന്നീട് ഒരിക്കലും ആർക്കും മേക്കപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, ആർക്കും അതിനെ ഓവർകം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ യേശുവിൻ്റെ സ്നേഹം കൊണ്ട് അവർ നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.